കൂട്ടുകാരെ, ഞാനിന്ന് ഉണക്കച്ചെമ്മീനും മാങ്ങയും തേങ്ങ ഇട്ട് കറിയാണ് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ഉണക്കച്ചെമ്മീൻ ചീനച്ചട്ടി നല്ലവണ്ണം ഇട്ട് വറുത്തതിന് ശേഷം ഒരു മുറത്തിലേക്കിട്ട് അതൊരു ചിരട്ട തവി കൊണ്ട് അതിൻ്റെ മുള്ളും മറ്റ് സാധനങ്ങളും എല്ലാം ഉടച്ച് കളഞ്ഞ് നന്നായി പേറ്റിയെടുത്ത് കഴുകി വാരി ചട്ടിക്കകത്താക്കിയതിന് ശേഷം ഒരു മാങ്ങ മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ കൂട്ടുകാരെ. മാങ്ങയുടെ മെത്തപ്പൂള് മാത്രമാണ് ഞാൻ എടുത്തത്. കാരണം ഞാനെടുത്ത മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ 2 മെത്തപ്പൂള് മാത്രം എടുത്തത്. ഇതിൻ്റെ മണം എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ലാത്ത കാരണം അങ്ങനെ ആരും കൂട്ടാറില്ല. എൻ്റെ വീട്ടിലും അതെ, ഇവിടെ ഞാനും പുള്ളിക്കാരനും മാത്രമേ കൂട്ടുകയുള്ളൂ. ഇതിൽ ചേർക്കേണ്ടത് പച്ചമുളക്, പിന്നെ ഇഞ്ചി ചതച്ചത്, ചുവന്നുള്ളി, കരിവേപ്പില, പിന്നെ നമ്മൾ ആ മാങ്ങായും ഇതെല്ലാം കൂടെ ചട്ടിയിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർക്കണം. ഉപ്പ് ചേർക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ സാധാരണ ഉണക്കമീൻ നമ്മൾ ഉപ്പ് ചേർക്കാറില്ല. ഉണക്കച്ചെമ്മീന് ഉപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അതിന് ശേഷം ഇത് നമുക്ക് അടുപ്പേ വെച്ച് വേകാം. ഇത് വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടി അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. തേങ്ങയ്ക്കകത്ത് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉലുവ വേണം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് നല്ലവണ്ണം അരയ്ക്കാം. അവിടെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ബാക്കി എനിക്ക് അച്ചാറിടാനാണ് കേട്ടോ കൂട്ടുകാരെ. ഇത് തിളച്ചതിനകത്തോട്ട് ഈ അരപ്പ് നന്നായി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി ചൂടാക്കി എടുക്കാം. ചൂടാക്കിയതിനകത്തോട്ട് നമുക്ക് കടുക് താളിച്ച് ഇടാം. കടുക് താളിക്കാൻ എനിക്ക് ഇപ്രാവശ്യം വറ്റൽമുളകില്ലായിരുന്നു. കടുകും ചുവന്നുള്ളിയും കരിവേപ്പിലയും മാത്രമേ താളിക്കാനുള്ളായിരുന്നു. എങ്കിലും എൻ്റെ കറി നന്നായി സൂപ്പറാണെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു കേട്ടോ.